സഞ്ജു എന്ന വിഷയം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരുപാട് പേർ വരും. സഞ്ജുവിനെ പിന്തുണയ്ക്കുന്നവരും സഞ്ജുവിനെ ഉപദേശിക്കാനുള്ളവരുമാണ് കൂടുതലും വരിക. സഞ്ജു എങ്ങനെ കളിക്കണം, സഞ്ജു എങ്ങനെ നിൽക്കണം, സഞ്ജു എങ്ങനെ ഇരിക്കണം എന്നതുൾപ്പെടെ തീരുമാനിക്കുന്നത് മറ്റു പലരുമാണ്. സഞ്ജുവിന് അത് തീരുമാനിക്കാനുള്ള അർഹതയില്ലയോ, അല്ലെങ്കിൽ സഞ്ജുവിന് അത് തീരുമാനിക്കാനുള്ള ഒരു കഴിവില്ലയോ, അങ്ങനെ തോന്നിയിട്ടാണോ ഇനി എല്ലാവരും ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്? ഇത്തരത്തിൽ ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നതിന്റെ കൂടെ തന്നെ സഞ്ജു തന്നെ തീരുമാനിക്കണം എങ്ങനെ കളിക്കണമെന്നും ഉപദേശിച്ച് തുറന്നടിച്ചൊരു താരം എത്തുന്നു. ഇന്ത്യൻ ടീമിൽ പലപ്പോഴും ബെഞ്ചിലിരിക്കേണ്ടി വരുന്നതിന്റെ ബാറ്റിംഗിൽ സ്ഥിരതയില്ലെന്നുമുള്ള വിമർശനങ്ങളുമാണ് ഇപ്പോൾ സഞ്ജുവിന് എപ്പോഴും ഉണ്ടാകുന്നത്. പ്രതികരിച്ചതും താരം തന്നെയാണ്. 2020 ലോകകപ്പിന് മുൻപ് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് നിർത്താനും സ്വന്തം ഇഷ്ടപ്രകാരം കളിക്കാനും താൻ തീരുമാനിച്ചിരിക്കുന്നതായി സഞ്ജു പറഞ്ഞു. ടീമിലിടം കിട്ടാൻ മത്സരപ്പാച്ചിലുകളുടെ ഭാഗമാകാൻ താല്പര്യമില്ലെന്നും സ്വന്തം ഉൾവിളികളെ തുടർന്ന് വിശ്വസിക്കുമെന്നും താരം കൂട്ടിച്ചേർത്തു. ഈ വർഷം ആദ്യം തന്നെ ഇന്ത്യൻ T20 ലോകകപ്പ് കിരീടം നിലനിർത്തിയപ്പോൾ തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികൾ നേടി സഞ്ജുവിനെ അയർലൻഡ്, ഇംഗ്ലണ്ട് പരമ്പരകളിലെ ഫോമില്ലായ്മയെ തുടർന്ന് സിംബാബ്വെ പര്യടനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ നാട്ടിൽ നിരന്തരമായൊരു എലിപ്പന്തയം നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2026 T20 ലോകകപ്പിന് മുൻപ് തന്നെ ഇതിനെ ഭാഗമാകേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. എനിക്ക് കളി ആസ്വദിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദൈവാനുഗ്രഹത്താൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൈവരിച്ചു. എനിക്കിപ്പോൾ 31 വയസ്സായി. ഇനി കുറച്ച് വർഷങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിനാൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കളിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ ആരും എന്നോട് പറയേണ്ടതില്ല. സഞ്ജുവിനെ കുറിച്ച് സഞ്ജു തന്നെ തീരുമാനിക്കും. ഇങ്ങനെയാണ് പറഞ്ഞത്. എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയട്ടെ, ഞാൻ കളിക്കും, കളി ആസ്വദിക്കും, ഒരു നല്ല സഹതാരമായിരിക്കും, ടീമിനെ പിന്തുണയ്ക്കും. പക്ഷെ ഞാനതിന്റെ രീതിയിൽ ചെയ്യും. 2024 ലോകകപ്പിന് ശേഷം 2026 ലോകകപ്പിൽ കളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെ 2028 പ്ലാൻ ചെയ്യാൻ കഴിയും? ഞാൻ ഉണ്ടെങ്കിൽ, ടീമിന് എന്നെ ആവശ്യമുണ്ടെങ്കിൽ, ഞാൻ നന്നായി കളിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് വരും. ഇല്ലെങ്കിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവനാണ്. ഈ നേട്ടം എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ആർക്കും കഴിയില്ല. ഇപ്പോൾ സഞ്ജു പറഞ്ഞ കാര്യമാണിത്. വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഇന്ത്യയുടെ T20 ലോകകപ്പിൽ സെമി ഫൈനലിനെ കുറിച്ച് സംസാരിച്ച സഞ്ജു ഇംഗ്ലണ്ട് പേസർ ജോഫ്ര ആർച്ചർക്കെതിരെയുള്ള തന്റെ മുൻകാല റെക്കോർഡുകളെക്കുറിച്ചുള്ള ചർച്ചകൾ താൻ അവഗണിച്ചതായി പറഞ്ഞു. നിങ്ങൾ ഇന്ത്യൻ ടീമിനായി റൺ സ്കോർ ചെയ്യുമ്പോൾ റൺസ് നേടുന്നത് തുടരണമെന്ന് മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായി മാറും. ഇംഗ്ലണ്ടിനെതിരായുള്ള T20 ലോകകപ്പിൽ തന്നെ സെമി ഫൈനലിന് മുന്നോടിയായി ഞങ്ങളുടെ ടോപ്പ് ഓർഡർ അത്ര നന്നായി കളിക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് പേർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇംഗ്ലണ്ടാണ്, ആർച്ചറാണ് പന്തെറിയുന്നത്, അവൻ ഇതിനു മുൻപ് 3-4 തവണ നിന്നെ ഔട്ടാക്കി, അത് സംഭവിച്ചു എന്നൊക്കെ. പക്ഷെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഒരുപാട് സംസാരിച്ചാൽ നിങ്ങൾ ഹങ്കാരിയായി ചിത്രീകരിക്കപ്പെടും. അതെന്റെ വിശ്വാസങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഞാൻ ശാന്തനായി നമുക്ക് നോക്കാമെന്ന് ആംഗ്യം കാണിച്ചു. പക്ഷെ എന്റെ പ്ലാനുകൾ തയ്യാറായിരുന്നു. ഈ സഞ്ജു സാംസൺ 1 വർഷം മുൻപുള്ള സഞ്ജു സാംസൺ അല്ല എന്ന് എനിക്കറിയാമായിരുന്നുവെന്ന് സഞ്ജു കൂട്ടിച്ചേർത്തു.